ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. 13th അപ്പോസിൽ, 13ാം അപ്പസ്തോലൻ, ഈശോയെ അടുത്ത് അനുഗമിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പസ്തോല പ്രവർത്തനത്തിലെ ഓരോ ഭാഗവുമാണ് നമ്മൾ ധ്യാനിക്കുന്നതെന്നറിയാം. അതുകൊണ്ട് തന്നെ ബൈബിൾ എടുക്കാൻ മറക്കരുത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം തൊട്ട് നമ്മൾ കാണുന്ന ഒരു കഥാപാത്രത്തെയാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് അനനിയാസിനെയാണ്, അല്ലേ? സ്വത്ത് വിറ്റ്, പറമ്പ് വിറ്റ് അതിൻ്റെ സമർപ്പണം നടത്തിയപ്പോൾ അതിൽ കളവ് കാണിച്ച അനനിയാസ് ആയിരുന്നു ഇന്നലത്തെ ധ്യാന വിഷയം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അനനിയാസിൻ്റെ ഭാര്യയായ സഫീറായെക്കുറിച്ചാണ്. നമ്മളിൽ പലരും സഫീറായെ പോലെയാണ്. നമ്മളാരും വലിയ ദ്രോഹമോ കടുങ്കയ്യോ കള്ളത്തരവോ ഒന്നും ചെയ്യുന്നില്ല, അല്ലേ? ഭേദപ്പെട്ട ക്രിസ്ത്യാനികളാണ് നമ്മളൊക്കെ. പക്ഷേ നമ്മൾ പലപ്പോഴും കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നുണ്ട്. ചില കള്ളത്തരങ്ങളുടെ നേരെ കണ്ണടയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പറയുന്ന ന്യായീകരണം, ഞാനൊന്നും ചെയ്തില്ലല്ലോ, അവരത് ചെയ്തു, എന്നെക്കൊണ്ട് തടയാൻ പറ്റില്ല, അതുകൊണ്ട് കണ്ണടച്ചു. ആ ശൈലിയുടെ പേരാണ് സഫീറ. എന്താ സഫീറയ്ക്ക് പറ്റിയ അപകടം? തൻ്റെ ഭർത്താവ് ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ തടയാൻ സഫീറയ്ക്ക് പറ്റുന്നില്ല. ഒരു ക്രിസ്തു ശിഷ്യന് ഉണ്ടാകേണ്ട ധൈര്യം, തീക്ഷ്ണത, കുറഞ്ഞ പക്ഷം നമ്മുടെ പ്രിയപ്പെട്ടവരെങ്കിലും കർത്താവ് തമ്പുരാന് നിരക്കാത്ത, സുവിശേഷത്തിന് ചേരാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ വിലക്കാൻ, തടയാൻ ഉള്ള ആർജവത്വം, തൻ്റെ ഇടം നമുക്കുണ്ടാകണം. അല്ലാത്ത പക്ഷം ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ന്യായീകരിക്കാൻ പറ്റില്ല. നമ്മളും ആ തിന്മയിൽ പങ്കുപറ്റുകയാണ്, സഫീറായെ പോലെ. അത്തരം ശൈലികൾ കൊണ്ടു നടക്കുന്നവർ സഫീറായുടെ അഭിനവ തലമുറക്കാരാണ് എന്നോർക്കണം. ഇന്ന് പല മാതാപിതാക്കളും പല ജീവിത പങ്കാളികളും ഈ സഫീറായുടെ പുതിയ വേർഷൻസാണ്. ജീവിത പങ്കാളി തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടും കാര്യമില്ല, അതുകൊണ്ട് നടക്കട്ടെ എന്ന് വെക്കുന്ന ഭാവം. മക്കളോട് ചില കാര്യങ്ങളിൽ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ പോകുന്ന മാതാപിതാക്കൾ, ഇതൊക്കെ സഫീറായാണ്. നമ്മുടെ നേരെ ഉയരുന്ന ചോദ്യം, അത്തരം ശൈലികൾ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ നേരെ ഉയരാൻ പോകുന്ന ചോദ്യം, അന്ന് പത്രോസ് സഫീറായോട് ചോദിച്ചത്, നിൻ്റെ അറിവോടെയല്ലേ ഇത് സംഭവിച്ചത്? എന്നിട്ടും നീ എന്തേ തടയാതിരുന്നത്? എന്നിട്ടാണ് പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. അത് 9-ാം വാക്യത്തിലാണ്. 5-ാം അധ്യായം 9-ാം വാക്യം. കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ ഒത്തുചേർന്നത് എന്ത്? കർത്താവിനെതിരെ ഉള്ള ഗൂഢാലോചനയിൽ എന്തുകൊണ്ട് നീ പങ്കുപറ്റി? എന്തുകൊണ്ട് നീ എതിർത്തില്ല? അതുകൊണ്ട് ശരിയാണ്, നിനക്ക് വേണേൽ ന്യായീകരിക്കാം, ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന്. പക്ഷേ അനനിയാസിന് എന്ത് ശിക്ഷ കിട്ടിയോ അത് തന്നെയായിരിക്കും നിനക്കും കിട്ടാൻ പോകുന്നതെന്ന് സഫീറായെ പത്രോസ് ഓർമ്മിപ്പിക്കുന്നു. ആ ശിക്ഷ തന്നെ അവൾക്ക് കിട്ടുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, സഫീറ എന്നത് നമ്മുടെ ഉള്ളിലെ നമ്മളറിയാത്ത ഒരു അപകടമാണ്, ഒരു കെണിയാണ്. അതിനെ തിരിച്ചറിയണം, അതിനെക്കുറിച്ച് ബോധവാന്മാരും ബോധവതികളുമാകണം. കൺമുമ്പിൽ കാണുന്ന തിന്മയെ എതിർക്കാനുള്ള ആർജവത്വം കാണിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ 13-ാം അപ്പസ്തോലനാകാൻ തുടങ്ങുകയാണ്. ആമേൻ.